പൊന്നു സഭാക മെയ് 4 വരെ നിങ്ങളാണ് വേങ്ങരയുടെ MLA. മെയ് 4 ശേഷം സൂര്യ ഉദിക്കുമ്പോ CHന്റെ പിൻഗാമിയായിട്ടുള്ള പച്ച പതാക നെഞ്ചോട് ചേർത്ത് പിടിച്ച മുസ്ലിം ലീഗിന്റെ കരുത്തനായിട്ടുള്ള ജനനായകനായിട്ടുള്ള KM ഷാജി സാഹിബായിരിക്കും ജയിക്കുക. അവിടുന്ന് MLAയുടെ വണ്ടിയിൽ പോകുന്നത് KM ഷാജി സാഹിബായിരിക്കും. KM ഷാജി സാഹിബിനൊക്കെ തോൽപ്പിച്ചിട്ട് നിങ്ങള് ചങ്കില് റൂഹുള്ള കാലം നിയമസഭ കാണൂല. ഒരു വശത്ത് അധികാരത്തിന്റെ ഹുങ്കിൽ വിരട്ടുന്ന ഭരണകൂടം, മറുവശത്ത് വർഗീയതയുടെ വിഷം തീറ്റുന്ന RSSും SDPIയും. ഇവരുടെയൊക്കെ ഉറക്കം കെടുത്തിയ KM ഷാജി സാഹിബ് 2 അക്ഷരത്തെ തിളക്കൽ സഭാക്ക നിങ്ങളെ കൊണ്ടോ ചുല എഴുതി വെച്ചോളി. എനിക്ക് RSSന്റെ വോട്ടും വേണ്ട, എനിക്ക് SDPIയുടെ വോട്ടും വേണ്ട, എനിക്ക് വർഗീയവാദികളുടെ ഒരൊറ്റ വോട്ട് പോലും എനിക്ക് വേണ്ട എന്ന് ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള മുസ്ലിം ലീഗിന്റെ കരുത്തനായിട്ടുള്ള ഈ നട്ടലുള്ള നായകൻ നിയമസഭയിൽ ചെന്നിരിക്കുമ്പോൾ വിറക്കുന്നത് വർഗീയ രാഷ്ട്രീയത്തിന്റെ അടിത്തറയാണ്. ഇത് നിലപാടുകളുടെ പടയോട്ടമാണ്. തടയാൻ സഭാംഗങ്ങളെ പറ്റൂല. സഭാംഗങ്ങൾ എവിടെയിരുന്ന് വെള്ളാപ്പള്ളിയൊക്കെ മലപ്പുറം ജില്ലയെ ആക്ഷേപിച്ചപ്പോ മാമനും ജലീലും ഒക്കെ നിങ്ങൾക്ക് എവിടെയിരുന്ന് ആ വെള്ളാപ്പള്ളി മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടിട്ട് മറുപടി പറയാൻ അന്ന് വേങ്ങരക്കാരല്ലാത്ത ഒരാളുണ്ടായിരുന്നു. അയാളുടെ പേര് KM ഷാജി എന്നായിരുന്നു. അന്ന് വോട്ടിന് വേണ്ടിയിട്ടായിരുന്നില്ല ആ പോരാട്ടം, മറിച്ച് ഒരു നാടിന്റെ അഭിമാനം കാക്കാനായിരുന്നു. നിങ്ങൾ സഭാ സ്കോർ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോ 4 മണിക്ക് കള്ള വറുത്തിട്ട് നിങ്ങൾ സംഖ്യകളെ വിളിച്ചോ, SDPക്കാരെ വിളിച്ചോ, സഖാക്കളെ വിളിച്ചോ, മെയ് 4 വോട്ടെടുത്ത് തുടങ്ങുമ്പോ വേങ്ങരയിൽ നിന്ന് പച്ച പതാകയുമായിട്ട് KM ഷാജി സാഹിബായിരിക്കും അവിടുന്ന് പോവാ. ഓക്കെ, നിങ്ങൾ എങ്ങനെയൊക്കെ കുഴിവെട്ടിയാലും, നിങ്ങൾ എങ്ങനെയൊക്കെ ആക്രമിച്ചാലും, നിങ്ങൾ എങ്ങനെയൊക്കെ വർഗീയവാദിനെ വിളിച്ചാലും, നിങ്ങൾ എങ്ങനെയൊക്കെ അദ്ദേഹത്തെ തകർക്കാൻ നോക്കിയാലും, കുഞ്ഞാലിക്കുട്ടി സാഹിബ് നട്ടു വളർത്തിയിട്ടുള്ള ഈ മണ്ണില് അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ടുള്ള KM ഷാജി സാഹിബിന്റെ ശബ്ദമായിരിക്കും നിയമസഭയിലെ 10ാം നമ്പർ സീറ്റിൽ നിന്ന് ഉയരുക. KM ഷാജി എന്നുള്ളതൊരു പേര് മാത്രമല്ല ഞങ്ങൾക്ക്, അതൊരു രാഷ്ട്രീയത്തിന്റെ അതൊരു വികാരമാണ്. മനസ്സിലാക്കി വെച്ചോ. അപ്പൊ മെയ് 4 വരെ നിങ്ങളാണ് സഭാക്ക MLA. അതിനുശേഷം നിങ്ങൾ 2ാം സ്ഥാനത്തുണ്ടായിരിക്കും. ഓക്കെ.